അവളോട് ചെയ്ത ദ്രോഹങ്ങൾക്ക് വല്ല കണക്കുണ്ടോ മാഡം? ഇതിനെക്കുറിച്ച് ആലോചിച്ചാൽ പോലും മാഡത്തിന്റെ നെഞ്ച് നെരിപ്പോടാവില്ലേ? അത്രയ്ക്ക് ക്രൂരതയല്ലേ കാണിച്ചതൊക്കെ? ഗോപാല, മോളെ എന്താ മാഡം? മോൾ എന്നോട് ക്ഷമിക്കണം. ഞാൻ നിന്നോട് ചെയ്തത് വലിയ തെറ്റാ. നിനക്ക് ഞാൻ ഒരു സമ്മാനം തരുമ്പോൾ ആ സമ്മാനം നീ എങ്ങനെ യൂസ് ചെയ്യുമെന്ന് ഞാൻ അന്വേഷിക്കേണ്ട കാര്യമില്ല. എന്നിട്ടും ഞാനത് ചെയ്തു. ഇത്രയും വലിയ മാനസിക വിഷമത്തിൽ നിൽക്കുന്ന നിന്നെ പിന്നെയും ഞാൻ വേദനിപ്പിച്ചു. അതൊന്നും സാരമില്ല മാഡം. എനിക്കിപ്പോഴേ ഇതൊക്കെ ഒരു ശീലം. ജീവിതത്തിൽ അധികം സുഖങ്ങളൊന്നും കണ്ടിട്ടില്ലാത്തതുകൊണ്ട് ദുഃഖം വരുമ്പോൾ അങ്ങനെയാ, വീണു പോകുന്നില്ല. ഇത് തരാൻ വേണ്ടിയാ ഞാൻ നിന്നെ അന്വേഷിച്ചു വന്നത്. ഇതിന് എനിക്ക് വേണ്ട മാഡം. എന്നോട് ദേഷ്യമാണോ? എനിക്ക് ആരോടും ദേഷ്യമില്ല. ഉണ്ട്. നിന്റെ വിവാഹം നടത്താൻ നീ പോലും അറിയാതെ ഞാൻ തീരുമാനിച്ചതിൽ നിനക്ക് വിഷമമുണ്ട്. ഞാൻ ആണയിട്ട് പറയുന്നു മോളെ, നിന്റെ അമ്മയ്ക്ക് വേണ്ടി തന്നെയാണ് ഞാൻ ചെയ്തത്. എന്റെ മുന്നിൽ അങ്ങനെ പറയാം, പക്ഷേ ഗാഥയുടെ മുന്നിൽ നിന്നും എന്നേക്കുമായി എന്നെ ആട്ടിപ്പായിക്കാനാണെന്ന് മറ്റുള്ളവർ പറഞ്ഞാലും അതില് തെറ്റൊന്നുമില്ലല്ലോ. മോളെ, ഒരമ്മയുടെ അവസ്ഥ നീ മനസ്സിലാക്കണം. മക്കൾക്ക് വേണ്ടി ചില സമയത്ത് അമ്മമാർക്ക് പല വേഷങ്ങളും കെട്ടേണ്ടി വരും. വിഡ്ഢിയാവേണ്ടി വരും. ജീവിതം തിരിച്ചറിയാത്തവളെ പോലെ അഭിനയിക്കേണ്ടി വരും. ചിലപ്പോ കുശുംബിയും ചിലപ്പോ ക്രൂരയൊക്കെ ആവേണ്ടി വരും. അത് അമ്മമാരുടെ ഒരു വിധിയാ. അമ്മമാരുടെ വിധി. ചില മക്കൾക്ക് നല്ല അമ്മയെ കിട്ടും അല്ലേ മാഡം? ചിലർക്ക് ഭാഗ്യമൊന്നും ഉണ്ടാവില്ല. അമ്മമാര് ആട്ടിപ്പായിക്കും. നീ പറയുന്നതെല്ലാം എന്നെയാണെന്ന് എനിക്കറിയാം. അതിനൊരു മറുപടി എൻ്റെ അടുത്തില്ല. മോളിത് വാങ്ങിക്കാം. വേണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ മാഡം. എന്റെ അച്ഛനെ രക്ഷിക്കാനുള്ള വഴി ദൈവം എനിക്ക് ശരിയാക്കി തന്നു. എന്റെ അച്ഛന്റെ നന്മയുള്ള മനസ്സ് മതി മാഡം എന്റെ അച്ഛൻ തോൽക്കാതിരിക്കാൻ. പിന്നെ എന്റെ കാര്യം ഞാൻ മാഡത്തിനോട് പറഞ്ഞതല്ലേ, ഇനി എനിക്കൊരു ജീവിതം ഉണ്ടാക്കി തരാൻ മാഡം കഷ്ടപ്പെടണ്ടെന്ന്. എന്റെ ജീവിതത്തിൽ സംഭവിച്ചതിനൊന്നും ഒരു കാലത്തും ഒരു മാറ്റം വരാൻ പോകുന്നില്ല. നവീൻ എന്റെ കഴുത്തിൽ കെട്ടിയ താലിയടക്കം. മോളെ, ഗാഥ നവീന്റെ കൂടെ ജീവിച്ചോട്ടെ, പക്ഷേ എനിക്കും ചില സ്വാതന്ത്ര്യങ്ങളൊക്കെ ഇല്ലേ, അതെനിക്ക് വേണം മാഡം. എനിക്കൊരു മനസ്സുണ്ടായി പോയില്ലേ. മോളെ, മോളെ, കൃഷ്ണ, ഇനി അവളെ ശല്യം ചെയ്യരുത് മാഡം. നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുന്നത് ഞാൻ കണ്ടു. ശല്യാവെന്ന് കരുതി അടുത്തേക്ക് വരാതിരുന്നതാ. തെരുവ് തോറും നടന്ന് ലോട്ടറി വിൽക്കുക, അതെങ്കിലും ചെയ്തോട്ടെ മാഡം. പക തീർക്കാൻ വന്നതാ ആ പാവത്തിനോടല്ലേ? ഞാൻ പക തീർക്കാൻ വന്നൊന്നുമല്ല. പകയല്ലാതെ കൃഷ്ണനോട് എന്താ മാഡത്തിന്? സ്നേഹോ? സ്നേഹമാണെങ്കിൽ അവള് മാഡത്തിന്റെ മകളാണെന്ന് തങ്കം പറഞ്ഞപ്പോ മാഡം അത് കാണിക്കുമായിരുന്നു.
2 കൃഷ്ണമണികൾ പോലെ തുല്യരാണ് ഒരമ്മയ്ക്ക് 2 മക്കൾ. പക്ഷെ മേഡം ബോധപൂർവ്വം ഒന്നിനെ തള്ളിക്കളഞ്ഞു. മേഡത്തിന് അവളെ വേണ്ട, മകളായിട്ട് ഗാഥ മാത്രം മതി. അവളോട് ചെയ്ത ദ്രോഹങ്ങൾക്ക് വല്ല കണക്കുണ്ടോ മേഡം? ഇതിനെക്കുറിച്ച് ആലോചിച്ച പോലും മേഡത്തിന്റെ നെഞ്ച് നെരിപ്പോടാവില്ലേ? അത്രയ്ക്ക് ക്രൂരതയല്ലേ കാണിച്ചതൊക്കെ? ഗോപാല, ഞാനിപ്പോ കുറ്റപ്പെടുത്താനോ ശപിക്കാനോ ഒന്നുമില്ല. ഞാനോ സുനന്ദയോ ഒരു കാലത്തും അവളെ തള്ളി പറയേയില്ല. അവളുടെ രക്ഷിതാവാണെന്ന് അഭിമാനത്തോടെ പറഞ്ഞു നടക്കുന്ന ആളാ ഞാൻ. എന്റെ കൃഷ്ണയെ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല മേഡം. നിങ്ങൾക്കതൊരിക്കലും മനസ്സിലാകാനും പോകുന്നില്ല. ഇത്രയൊക്കെ പറഞ്ഞ് അപമാനിച്ച് ഇറക്കി വിട്ടിട്ട് മേഡം ഒരു ചെക്കുമായി അവിടെ പുറകെ വന്നിട്ടുണ്ടെങ്കിൽ അതിന് മേഡത്തിൻ്റെതായ ഒരു സ്വാർത്ഥത കാണുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഒന്നുമില്ല. അവളുടെ വിഷമോർത്ത് മാത്രമാണ് ഞാൻ തിരിച്ചു വന്നത്. ഗോപാലൻ, ഈ ചെക്ക് നമുക്ക് കൊടുക്കണം. ഞാനിത് വാങ്ങില്ല മേഡം. വാങ്ങിയാലും എൻ്റെ മോളിത് സ്വീകരിക്കില്ല. ഒരു കാര്യം എനിക്ക് ഉറപ്പായി, ആരൊക്കെ ഞങ്ങളെ തോൽപ്പിക്കാൻ ശ്രമിച്ചാലും ദൈവം ഞങ്ങളെ തോൽപ്പിക്കില്ല. മാഡം പൊയ്ക്കോ. ഗോപാലൻ പറഞ്ഞൊക്കെ ഞാൻ കേട്ടു. ഒന്നും ഞാൻ നിഷേധിക്കുന്നുമില്ല. പക്ഷേ എന്തെങ്കിലും ഒരിക്കല് എന്റെ മനസ്സിലെ കരയുന്ന അമ്മയെ നിങ്ങൾക്ക് മനസ്സിലാവും. സിത്താര മേഡം വലിയ കാര്യത്തിലൊക്കെ സംസാരിച്ചു. പക്ഷെ സത്യം നമുക്കറിയാലോ. ഗാഥയ്ക്ക് വേണ്ടിയല്ലാതെ കൃഷ്ണയ്ക്ക് വേണ്ടി എന്തെങ്കിലും ഒരു വന്നിട്ടുണ്ടോ? എന്തെങ്കിലും വെച്ച് നീട്ടിയിട്ടുണ്ടോ?